നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള ഒരു വ്യക്തിയാണ് JB ജംഗ്ഷനിൽ ഇന്ന് അതിഥിയായി വരുന്നത്. നിശ്ചയദാർഢ്യം കൊണ്ട് പൊയ്ക്കാലിലേക്ക് ജീവൻ പകർന്ന് വിധിയെ തോൽപ്പിച്ച ഒരു സമ്പൂർണ്ണ കലാകാരി. നമുക്ക് സ്വാഗതം ചെയ്യാം. സുധാ ചന്ദ്രനെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുധാ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും പരിചയക്കുറവ് തോന്നുകയാണെങ്കിൽ മയൂരി എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. സുധയുടെ ഒരു പര്യായമാണ് മയൂരി. ആക്ച്വലി ഞാൻ പറയുന്നു, ഇപ്പോൾ സുധാ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ പീപ്പിൾ സേ സുധാ ചന്ദ്രനോ, മയൂരി എന്ന് പറയുമ്പോഴാണ് എവരിബഡി സേസ് ഓ അതെ 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 മയൂരി സുധാ ചന്ദ്രൻ അല്ലേ. സോ ഞാൻ പറയുന്നു മയൂരി പ്രിസീഡ്സ് സുധാ ചന്ദ്രൻ. അങ്ങനെയാണ് വരുന്നത്. അതെ അതെ തീർച്ചയായും. സുധയുടെ ഒരു പ്രത്യേകത, ഒരു കലാകാരിക്കും കിട്ടാത്ത സ്നേഹവും ആദരവും സുധയ്ക്ക് ജനങ്ങൾ നൽകി. അത് മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാവരും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സുധാചന്ദ്രൻ്റെ ജീവിതം കുട്ടികൾ പഠിക്കുന്നത്, പാഠപുസ്തകത്തിൻ്റെ ഭാഗമാകുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ബംഗാൾ ഒരു മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ തീർച്ചയാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞാൽ അതൊരു വലിയ ഹോണറാണ്. Because normally we read about Gandhi, we read about Nehru once they leave this world. പക്ഷേ എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് കരിയർ, എൻ്റെ ഒരു ഫൈറ്റ് ബാക്ക് ടുവേർഡ്സ് ലൈഫ്, ചേഞ്ച് ഓഫ് ഡെസ്റ്റിനി, കുറേ ടൈറ്റിൽസ് ഉണ്ട്. സോ ഇൻ സം വേ ഞാൻ നെക്സ്റ്റ് ജനറേഷന് ഇൻസ്പയർ ചെയ്യുന്നു. ലക്കിലി ഞാനൊരു റിയൽ ലൈഫ് ഹീറോയിനായി. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഒരു ജീവിതം കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ചില ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതം പാഠപുസ്തകങ്ങളുടെ ഭാഗമായി വന്നിട്ടുണ്ട്. ഭൂരിപക്ഷം പേരും അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ശേഷമാണ്. പക്ഷേ സുധ എന്താ പറയുക, ഒരു യൂത്ത്ഫുള്ളായിട്ടിരിക്കുമ്പോൾ തന്നെ സുധയുടെ അത്രയും പ്രായമുള്ള അല്ലെങ്കിൽ അല്പം താഴെയുള്ള ഒരു തലമുറ സുധയെക്കുറിച്ച് പഠിച്ചുകൊണ്ടുണ്ട്. അതെ, അതാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് നോർമലി ഫിലിംസ് ടെലിവിഷൻ ചെയ്യുന്ന ശേഷം എല്ലാവരും പറയും റിയൽ ലൈഫ് ഹീറോയിൻ ആണെന്ന്. പക്ഷേ ടെക്സ്റ്റ് ബുക്സിൽ ഒരു സബ്ജക്റ്റായി നെക്സ്റ്റ് ജനറേഷൻ വായിക്കുമ്പോൾ ഞാൻ പറയുന്നു ഐ എം വെരി പ്രൗഡ് ആൻഡ് ഹോണേർഡ് ടു സേ ഐ എം എ റിയൽ ലൈഫ് ഹീറോയിൻ. സോ ഒരു രണ്ട് ഡിഫറൻസ് ആണ് റിയൽ ലൈഫ് ഹീറോയിനും റിയൽ ലൈഫ് ഹീറോയിനും. എനിക്കിപ്പം ഇങ്ങനെ കാണുമ്പോൾ ഏത് കാലാണ് യഥാർത്ഥത്തിൽ രണ്ട് കാലിലും ജീവനുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ജീവനുണ്ട് തീർച്ചയായും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ആമുഖമായിട്ട് പറയായിരുന്നു, മനസ്സിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് പൊയ്ക്കാലിലേക്ക് ജീവൻ പകർന്നിട്ട് വിധിയെ തോൽപ്പിച്ച ഒരു കലാകാരിയാണ് സുധ എന്ന്. ഞാനും പറയുന്നത് അത് തന്നെയാ. ബിക്കോസ് എല്ലാവരും പറയും വിധിച്ചത് നടക്കും, സംഭവിക്കും. പക്ഷെ ഞാൻ പറയുന്നു വിധി എന്താണ്, നമ്മൾ എഴുതുന്നതാണ് വിധി. ഐ ഹാവ് റിട്ടൺ മൈ ഡെസ്റ്റിനി, അല്ലെങ്കിൽ ഞാൻ പറയും ഐ ഹാവ് റീറിട്ടൺ മൈ ഡെസ്റ്റിനി. ചില ആൾക്കാർ പറയും അതായത് എവിടെയോ എഴുതി വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആകട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ല, തീർച്ചയായും അല്ല. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. എവിടെയോ എന്തോ എഴുതിയിരിക്കുന്നതെന്ന് അത് ആരാ കണ്ടത് നമ്മൾക്കറിയില്ലല്ലോ. ഇവിടെ കാണുന്നതാണ് എൻ്റെ ബിലീഫ്, എൻ്റെ കൺവിക്ഷൻ. അപ്പം ഞാൻ പറയുന്നു ഞാൻ എൻ്റെ വിധിയെ ഐ റീറോട്ട് മൈ ഡെസ്റ്റിനി. സുധയുടെ ജാതകം മുത്തശ്ശി കുറിച്ചു വെച്ച സമയത്ത് അതിലുണ്ടായിരുന്നല്ലോ ഇങ്ങനെയൊരു ഈ പാദത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്ന എവിടെയോ. അതിപ്പോൾ എല്ലാവരും പറയും ഏറെ ശനിയാണ്, ഇതാണ് അതാണ്, കാലിൻ്റെ പ്രശ്നം വരും, ഓക്കെ. പക്ഷെ അതിൽ ഇത് കുറിച്ചില്ലല്ലോ. ഒരു സെലിബ്രിറ്റിയായി അല്ലെങ്കിൽ ഈ ഡിസേബിലിറ്റി ഓവർകം ചെയ്ത് ഒരു ലൈഫിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ട്, അത് ആരും പറഞ്ഞില്ലല്ലോ. സുധാ, ഞാൻ ചോദിക്കുന്നതിന് വിഷമം വിചാരിക്കരുത്. ഇതിൽ ഏത് കാലിലാണ് ആക്ച്വലി റൈറ്റ്? അപ്പോൾ താഴെയുള്ള കാലാണ്. അതെ അതെ അതെ. പക്ഷെ അത് മുകളിലേക്ക് വരാം. അപ്പൊ ഇതിൽ ഏത് കാലിനോട് ഏറ്റവും കൂടുതൽ പ്രിയം? ഇപ്പം അങ്ങനെയല്ല, അതങ്ങനെ ചോദിച്ചാൽ അത് തെറ്റാ. അപ്പൊ അച്ഛൻ പ്രിയമാണോ അമ്മ പ്രിയമാണോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലം എനിക്ക് പ്രിയമാണ്. ഒരു പക്ഷെ അതൊരു എന്താ പറയാ ആർട്ടിഫിഷ്യൽ ലിംബ് അല്ല. ഞാനത് ആർട്ടിഫിഷ്യലായി കൺസിഡർ ചെയ്തിട്ടില്ല. ഇല്ല, ആർട്ടിഫിഷ്യലായി ഏത് വസ്തു നമ്മൾ കൺസിഡർ ചെയ്താൽ അത് ആർട്ടിഫിഷ്യലായി തോന്നും. കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ആർട്ടിഫിഷ്യൽ ലിംബാണ്. ഇത് ശരീരം ആണ് കൂടുതൽ സ്നേഹിക്കുന്നു. ബിക്കോസ് എൻ്റെ ഒരു വിശ്വാസമാണ്, സി വാട്ട് ഈസ് നാച്ചുറൽ ഇസ് നാച്ചുറൽ. പക്ഷേ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ഓർഫൻസ്, അവർക്ക് നമ്മൾ കൂടുതൽ എഫെക്ഷൻ കൊടുത്താൽ അവർ നമ്മളുടെ ഒരു അംഗമായി മാറും. സോ അങ്ങനെയാണ് ഇത് എൻ്റെ ആർട്ടിഫിഷ്യൽ. ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ
റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ കൂടുതൽ ഏതാണ് സ്നേഹം എന്ന്. അപ്പം എൻ്റെ ഒരു ഈ ആർട്ടിഫിഷ്യൽ ലിംബാണ് ഇസ് എ പാർട്ട് ഓഫ് മീ. അത് എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം കഴിയുമ്പോൾ ഈ കാലെടുത്ത് മാറ്റില്ലേ? ഡെയിലി മാറ്റും. ഡെയിലി മാറ്റും. അതെ, അതെൻ്റെ ഒരു റിലീഫ് പോയിന്റ് ആണ്. ബിക്കോസ് ഞാൻ 24/7 വർക്ക് ചെയ്യുന്നു. സോ നൈറ്റ്സിൽ തീർച്ചയായും അതെനിക്കൊരു ബ്രേക്കിംഗ് പോയിന്റോ അല്ലെങ്കിൽ എനിക്ക് ആ റിലീഫാണ്, സ്ട്രെസ് കാലെടുത്ത് മാറ്റുമ്പോൾ ഒരു വേദന അത് മുറിയുന്ന പോലൊരു തോന്നലുണ്ട്. ഇല്ല, ഇറ്റ്സ് പാർട്ട് ഓഫ് യു. ഇറ്റ്സ് നോട്ട് ദ പാർട്ട് ഓഫ് മീ, ഇറ്റ്സ് ഓൾറെഡി എ പാർട്ട് ഓഫ് മീ. പക്ഷേ ദ നെക്സ്റ്റ് ഡേ അത് ഇട്ടിട്ട് മറ്റൊരു സ്ട്രഗിളിലേക്ക് പോകുന്നുവല്ലോ, അതിൻ്റെ ഒരു എനർജിയും ഒരു ഹാപ്പിനെസ് ആണ് ആ നൈറ്റിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരുപക്ഷെ സുധാചന്ദ്രൻ എൻ്റെ മുമ്പിൽ ഒരു അഭിമുഖത്തിന് ഇരിക്കുന്നത് ആ കാല് മുറിഞ്ഞു പോയത് കൊണ്ടായിരിക്കാം വേണമെങ്കിൽ. ആ കാലുണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വഴിത്താരയിലൂടെ വേണമെങ്കിൽ സുധ പോകുമായി. ഡെഫിനറ്റ്ലി ഞാൻ എപ്പോഴും പറയുന്നതാണ്. ബിക്കോസ് ഇങ്ങനെ ദേശീയ ആക്സിഡൻറ്റ് ഇസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയും. കുറേ പ്രോവബ്സ് നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനിൽ നമ്മൾ വെൻ യു സ്റ്റഡി അത് എവിടെയോ നമ്മളുടെ ലൈഫിൽ ഒരു റെഫറൻസ് പോയിന്റായി മാറുന്നു. കുറേ പ്രാവശ്യം കുറേ പേര് പറയുന്നു ആക്സിഡൻറ്റ് ഇസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. പക്ഷേ ആ സമയത്തിൽ എനിക്ക് അതിൻ്റെ മീനിങ് എനിക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എൻ്റെ ലൈഫിൽ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷമാണ് ആ പ്രോവർബിൻ്റെ അർത്ഥം മനസ്സിലായത്. അർത്ഥം മനസ്സിലായാണ് ഞാൻ ഇത് ആ ആക്സിഡൻറ്റ് മൈനസ് ഞാൻ പ്ലസ്സായി കൺവേർട്ട് ചെയ്ത്. ആക്സിഡൻറ്റ് ഇസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. പിന്നെ ഞാൻ എപ്പോഴും ചോദിച്ചു വൈ എന്തിനാ, വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു മീ? പക്ഷേ അതിന് എനിക്ക് ആൻസർ കിട്ടിയില്ല. സോ ഐ പേഴ്സണലി ഫെൽറ്റ് അത് ഭയങ്കര ഒരു ടൈം വേസ്റ്റാണ്. വൈ ചോദിച്ചിട്ട് ആൻസർ കിട്ടിയില്ലെങ്കിൽ എന്തിനാ, വൈ ഷുഡ് യു ആസ്ക് ദ ക്വസ്റ്റ്യൻ? അതിനുശേഷം ഇപ്പോൾ ഞാൻ വൈ ക്വസ്റ്റ്യൻ ചോദിക്കാറേ ഇല്ല. എന്ത് സംഭവിച്ചാലും ഓക്കെ ലെറ്റ്സ് മൂവ് അഹെഡ്. ഒരുപാട് കാലം സുധയെ അത് ഹോണ്ടിയിട്ടുണ്ടാകണം ആ ഒരു ചോദ്യം. എന്തുകൊണ്ട്? ഐ തിങ്ക് 81 ആക്സിഡൻ്റ് ആയി June 6th. സോ 81 തൊട്ട് 83 വരെ ഞാൻ ഈ ചോദ്യം ചോദിച്ചു. 365 days മൾട്ടിപ്ലൈഡ് ബൈ 2. സോ അത്രയും ദിവസം ഞാൻ ഈ ചോദ്യം ചോദിച്ചു. പക്ഷേ ഫൈനലി ഞാൻ ഒരു ഡിസിഷൻ എടുത്തു. ഈ വൈൻ്റെ ആൻസർ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. സോ വെറുതെ ഈ ടൈം വേസ്റ്റ് ചെയ്ത് നമ്മളുടെ ലൈഫ് ഒരു മീനിങ്ലെസ് ലൈഫ് ആക്കാണ്ട് എന്തെങ്കിലും ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു പർപ്പസ്. ബിക്കോസ് എൻ്റെ ഒരു പേഴ്സണൽ ബിലീഫാണ് നമ്മൾ ജനിക്കുമ്പോൾ ഒരു പർപ്പസ് ഉണ്ട് ലൈഫിൽ. വെറുതെ വന്നു ജീവിച്ചു, യു ഗോട്ട് മാരിഡ്, പ്രൊഡ്യൂസ്ഡ് കിഡ്സ്, അതെല്ലാവരും ചെയ്യുന്നു. ഇവിടുന്ന് പോയതിനു ശേഷം മേ ബി 10 generations later ഓർത്താൽ ദേർ വാസ് എ സുധാചന്ദ്രൻ. മരിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നു. അതെ, ജീവിച്ചിരുന്നു. ടുഡേ ഷീ സ്റ്റിൽ അലൈവ് അമംഗ്സ്റ്റ് us. 1981 ആ എന്താ പറയുക ആ ദുരന്തം സംഭവിച്ചത്. അതെ അതെ. ആ ദുരന്തത്തിൻ്റെ ആഘാതം ഒരുപക്ഷെ സുധയെ ഒരു 6 മാസം വേട്ടയാടിയിട്ടുണ്ടാവും അല്ലേ? 6 മാസം വരെ യു ആർ ഓൺ ദ ബെഡ് അല്ലേ? May 2nd ആയിരുന്നു ആക്സിഡൻറ്റ്. പിന്നെ ഒക്ടോബർ നവംബറിലാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് തിരിച്ച് ബോംബെയിലേക്ക് പോയത്. യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറുടെ ഒരു വളരെ കെയർലെസ് ആയിട്ടുള്ളൊരു അപ്രോച്ച് കൊണ്ടാണ് അത്. അതൊരു ബ്ലെയിം ഗെയിമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞാൽ അത് ഡോക്ടറിൻ്റെ ഇതായിരുന്നോ അതായിരുന്നോ, അതാണ് വിധി. അത് വിധിച്ചിരുന്നു. ഐ മീൻ ദാറ്റ് വാസ് ഡെസ്റ്റിനി. ഇറ്റ് ഹാഡ് ടു ഹാപ്പൻ. ഇറ്റ് വാസ് ഡെസ്റ്റിൻ ടു ഹാപ്പൻ. അതെൻ്റെ ഒരു സോളിൻ്റെ ഞാൻ പേഴ്സണലി കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഐ റീഡ് എ ലോട്ട് ഓഫ് ദീസ് സോൾ ബുക്സ്. മേ ബി ഏതെങ്കിലും ഒരു സോൾ ഹാഡ് ടു അണ്ടർഗോ ദാറ്റ് പെയിൻ. സോ മേ ബി ആ സോൾ എൻ്റെ ബോഡിയിൽ വന്ന ആ പെയിൻ അത് 2 years അത് അനുഭവിച്ചു. സോ അത് ഞാൻ മാറ്റി വെച്ചു. അത് എങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ ദുർബല നിമിഷത്തിൽ ആ ഡോക്ടറെയും ആ ഒരു സംവിധാനത്തെയൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഇല്ല, ബിക്കോസ് മെഡിക്കൽ ഞാൻ പറയുമ്പോൾ മെഡിക്കൽ പ്രൊഫഷൻ അതിൻ്റെ മൈനസ് ഉണ്ടായാലും ഇന്ന് ഞാൻ ഒരു സുധാചന്ദ്രനായി ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് ഹീറോയിൻ ആയാൽ അതിൻ്റെ റീസണും മെഡിസിൻ ആണ്, മെഡിക്കൽ സയൻസ് ആയിരിക്കാം. അതൊരു വേറെ സ്ട്രീമിലുള്ള മെഡിസിൻ ആയിരിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഡോക്ടർ വേണമെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ. അല്ല, ആ ഡോക്ടർ ശ്രദ്ധിച്ചോ? ഞാൻ അത് പറയുന്നില്ല. പക്ഷെ അച്ഛൻ എപ്പോഴും അത് മറക്കാൻ പറ്റാത്ത, ആർക്കും മറക്കാൻ പറ്റില്ല. പക്ഷെ അത് ഓർത്തിട്ട് നമ്മളുടെ ഫ്യൂച്ചർ എന്തിനാ, നമ്മുടെ ഭാവി എന്തിനാ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നത്? എൻ്റെ മകളിനി എങ്ങനെ നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞ് പുലമ്പി നടക്കുന്ന അച്ഛനെ ഇപ്പോഴും. പക്ഷെ അതേ അച്ഛനായിരുന്നു ആ ആക്സിഡൻറ്റിന് ശേഷം June 5th നൈറ്റ് ആയിരുന്നു. എൻ്റെ അച്ഛൻ വന്ന് എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, മോളെ ആ കാല് പോയാലും പോട്ടെ, ഞാനുണ്ട് നിൻ്റെ കൂടെ. സോ ഐ തിങ്ക് എൻ്റെ അച്ഛൻ ഒരു ഭയങ്കര ബോൾഡ് പേഴ്സൺ ആയിരുന്നു. ആ ബോൾഡ്നെസ് ആണ് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആക്സിഡൻറ്റിന് ശേഷം ഈ ഡിസിഷൻ ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഐ ഫെൽറ്റ്, ബിക്കോസ് ടീനേജർ ആയിരുന്നു ഞാൻ,
തെറിച്ചില്ല. പാക്ക് ഓഫ് കാർഡ്സ് പോലെ ആ ബിൽഡിംഗ് അങ്ങനെ ക്രമ്പിളായി. നമ്മൾ പടങ്ങളിലൊക്കെ കാണുമല്ലോ, സിംബോളിക് ഷോട്ട്സ് കാണിക്കും. ലൈഫ് കഴിഞ്ഞു, ദി എൻഡ് കഴിഞ്ഞു, എൻ്റെ ലൈഫ് ഇവിടെ തീർന്നോ. ആഫ്റ്റർ ദിസ് വാട്ട് 6 months ഹോസ്പിറ്റൽ ബെഡിൽ ഞാനിത് എങ്ങനെയാണ് ഡോക്ടർ വന്ന് പറഞ്ഞത്? ഡോക്ടറാണോ പറഞ്ഞത്? അതെ, ഡോക്ടറാണ് വന്ന് പറഞ്ഞത്. ബിക്കോസ് എനിക്കറിയാം June 5th ഗാംഗ്രീൻ സെറ്റിൻ, ബിക്കോസ് ചെറിയ ബ്രൗൺ സ്പോട്ട്സ് എൻ്റെ ബോഡിയിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ ഇത് ന്യൂ ഡെവലപ്മെൻ്റ് ആണ് എൻ്റെ ബോഡിയിൽ, ഇത് എന്താണെന്നൊന്ന് പോയി ഡോക്ടറെ അടുത്ത് ചോദിക്കുക. അപ്പോൾ അമ്മ പോയി ചോദിച്ചു എന്താണ് ഈ പ്രശ്നം എന്ന്. അതിനുശേഷം അമ്മ 2 o'clock ലാസ്റ്റ് ഐ സോ ഇൻ ദി ആഫ്റ്റർനൂൺ. അതിനുശേഷം അമ്മ അവിടെ ഷി വാസ് നോ വെർ ദെയർ. അപ്പോൾ ഞാൻ ഒരു ടെൻഷനില്ലേ, ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എവിടെ പോയി, എന്തിനാ, വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് എൻ്റെ അമ്മ എന്നെ അത്രയും ഭയങ്കര ഒരു പ്രൊട്ടക്റ്റഡ് ചൈൽഡ് ആയിരുന്നു. ഞാൻ ഒരു കുട്ടിയാണ്, ഒരു കുട്ടിയല്ല, ഭയങ്കര എൻ്റെ അമ്മേൻ്റെ എക്സിസ്റ്റൻസ് ഞാനാണ്. മെനി എ ടൈംസ് യൂസ് ടു ഫർഗെറ്റ് മൈ ഓൺ ഫാദർ. ഐ മീൻ അങ്ങനത്തെ ഒരു മകളില്ലെങ്കിൽ ഒരു ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു ആ സ്ത്രീ. എൻ്റെ അമ്മേൻ്റെ എക്സിസ്റ്റൻസ്, ഡ്രീംസ് എല്ലാം ഞാനായിരുന്നു. ആൻഡ് ഞാൻ പറയുന്നു, ഇന്ന് നിങ്ങൾ ചോദിച്ചില്ലേ വൈ ഡിഡ് യു ഡാൻസ്, ഇല്ലെങ്കിൽ വൈ ഡിഡ് യു ടേക്ക് ദിസ് സ്റ്റെപ്പ് എന്ന്, ജസ്റ്റ് എൻ്റെ പേരൻസിന് ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റെപ്പ് എടുത്തത്. അതൊക്കെ ഞാൻ വിധിയെ മാറ്റി എഴുതി, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ദി എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ഞാൻ പറയുന്നു, നമ്മളുടെ പേരൻസ് നമ്മൾക്ക് കുറേ അവരുടെ സാക്രിഫൈസസ്, അവരുടെ ഡ്രീംസ് ഉണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇന്ന് ഞാൻ എൻ്റെ പേരൻസിന് തിരിച്ചു കൊടുത്തത് പ്രിൻസിപ്പൽ അമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. പ്രിൻസിപ്പൽ അമൗണ്ട് ഇപ്പോഴും പെൻഡിങ് ആണ്. ഇല്ല, കൊടുത്തിട്ടില്ല തിരിച്ച്. അവരെനിക്ക് അത്രയും ഒരു സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് അമ്മയ്ക്ക് ഈ പറഞ്ഞ ബ്രൗൺ സ്പോട്ട്സ് കണ്ടു, ഡോക്ടറെ അടുത്ത് അമ്മ പോകുന്നു, സംസാരിച്ചു. ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി മുകളിലേക്ക് വന്നു. ഈ സൈഡ് ഐ എം ടേക്കിംഗ് യു ടുമോറോ ടു ദി ഓപ്പറേഷൻ തിയേറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് 8 മാസമായല്ലോ ഡോക്ടറെ, വി ആർ ഗോയിങ് ടു ദ ഓപ്പറേഷൻ തിയേറ്റർ, കമ്മിങ് ബാക്ക്. ഗാംഗ്രീൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ബിക്കോസ് ഈ ലിംബ് ക്ലീൻ ചെയ്യുന്ന സമയത്തിൽ when they used to clean, initially എനിക്ക് there was a pain. അതിനുശേഷം ഈ ക്ലീനിങ് ബഡ്സ് ഇവിടുന്ന് പോയി ഇവിടുന്ന് പുറത്ത് വന്നാൽ ഐ വുഡ് നോട്ട് ഫീൽ ദ സെൻസേഷൻ. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, എന്താ ഡോക്ടർ ഇതെന്തുവാ ഈ ഒരു ഫീലിംഗ് ഇല്ലാണ്ട്? അതൊന്നുമില്ല, അത് ലോക്കൽ അനസ്തീസിയ ആണ്. they were trying to cover it up. Maybe they were trying to save the limb as a dancer. പക്ഷേ ലാസ്റ്റ് ഞാൻ ഈ സിംറ്റം പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ലൈഫ് ഓർ ഡെത്ത്. ബിക്കോസ് ഗാംഗ്രീൻ ബ്ലഡ് സ്ട്രീമിൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതെ, സോ ഇറ്റ് വാസ് എ ഡിസിഷൻ 24 hours either this side or that side. Unfortunately ആ സമയത്ത് ഞാൻ മൈനർ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഡിസിഷൻ ആരും ചോദിച്ചില്ല. താഴെ എൻ്റെ അമ്മയും അച്ഛനെയും വിളിച്ച് അവർ പറഞ്ഞു, ഇങ്ങനെയാണ് പ്രശ്നം, വി ഹാവ് ടു ടേക്ക് ടു ദി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ആംപുട്ടേറ്റ് ഹർ ലെഗ്. അതൊരു ഭയങ്കര ഐ മീൻ ഓൺലി ചൈൽഡ്, അവരുടെ ഒരു ഡ്രീംസും എൻ്റെ അമ്മേൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. സ്വപ്നം നേടിയിരിക്കുന്ന സുധയുടെ മുകളിലാണ് കംപ്ലീറ്റ് ക്രാഷായി. അതിനുശേഷം ഒരു 8:30 ആണ് ഈ ഡോക്ടർ അകത്ത് വന്ന്, ആസ് യൂഷ്വൽ അവരുടെ റൗണ്ട്സിൽ വരുമല്ലോ. എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ കൊണ്ടുപോകുന്നു, നാളെ ആംപുട്ടേഷൻ ആണെന്ന്. ആ സമയത്തിൽ എനിക്ക് ഈ ആംപുട്ടേഷൻ്റെ മീനിങ് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആംപുട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ ഡോക്ടർ? പറഞ്ഞു, വി മേ ഹാവ് ടു കട്ട് യുവർ ലെഗ്. ബട്ട് വൈ? ഗാംഗ്രീൻ സെറ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഗാംഗ്രീൻ എന്താ, വാട്ട് ഈസ് ഗാംഗ്രീൻ? കുറേ മെഡിക്കൽ വേർഡ്സ്, ടെർമിനോളജീസ്, അവരുടെ ഈ മെഡിക്കൽ ലാംഗ്വേജ് ലേമാൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അതാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്, സ്പീക്ക് ഇൻ എ ലേമാൻസ് ലാംഗ്വേജ്. ഈ മെഡിക്കൽ ടേംസ്, ഈ കോർപ്പറേറ്റ് ടേംസ് ഒക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല. സ്പീക്ക് എ കോമൺ മാൻസ് ലാംഗ്വേജ്. കാല് മുറിക്കാൻ പോവുകയാണെന്നുള്ളത് അത് സ്ട്രെയിറ്റ് ആയി പറഞ്ഞാൽ മതിയല്ലോ. സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ ഉണ്ടാകുന്ന ആഘാത ഓർത്തരായിരിക്കും. Can you do anything? Beggars didn't have a choice. I was a beggar at that time. A beggar without a choice. തകർന്നുപോയി. ഞാൻ ബ്ലാങ്ക് ആയി. I was blank. അതിനുശേഷമാണ് അച്ഛൻ വന്ന്, ഞാൻ പറഞ്ഞില്ല, അച്ഛൻ പറഞ്ഞു, ഡോണ്ട് വറി സുധ, ഞാനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര കൊല്ലം അച്ഛൻ എൻ്റെ കൂടെ നടക്കും? നാളെ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചാൽ ഈ ലൈഫ് എൻ്റെയാണ്. ഹൂ ഈസ് ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് മീ? ബ്രദേഴ്സ് ഇല്ല, സിസ്റ്റേഴ്സ് ഇല്ല. ഈ ഡിസിഷൻ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ടൈം യു ഷുഡ് ഹാവ് റിയലൈസ് ദിസ്. അലോ മീ ടു ഡൈ. എനിക്ക് ജീവിക്കണ്ട. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു, നോ, യു ഹാവ് ടു ലിവ്. എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും സുധ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പേർപ്പസ് അച്ഛാ? ഈ ആംപുട്ടേഷന് ശേഷം എന്ത് പേർപ്പസ്? എൻ്റെ ലൈഫിൽ ഒരു പേർപ്പസ് ഇല്ല. അപ്പം പക്ഷേ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഓൺലി തിങ്, അമ്മ പിക്ചറിലേക്ക് വന്നേയില്ല. അമ്മ നൈറ്റ് വരെ വന്നില്ല. അമ്മ ഭയങ്കര ഡിപ്രസ്ഡായി, തളർന്നു. ഐ മീൻ വുഡ് സേ
her life was finished. കഴിഞ്ഞു. She died that day. മുറിക്കാൻ പോകുന്ന ഞാൻ എൻ്റെ അമ്മയെ ലൂസ് ചെയ്ത് 2004 ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആയിരുന്നു. പക്ഷേ 1981 എൻ്റെ അമ്മേൻ്റെ ജീവിതം ഫിനിഷ്. അതിനുശേഷം ഷീ ലിവ്ഡ് ഫോർ മീ. അത്രയേ ഉള്ളൂ. സുധ ഇപ്പോഴും അമ്മയെ ഓർക്കുകയാണ്. പിന്നെ ഒவ்வொரு സ്റ്റെപ്പിലും ഞാൻ അമ്മയെ ഓർക്കും. ഒരു നിമിഷവും മറക്കാൻ കഴിയുന്നില്ല. മറക്കാൻ പറ്റില്ല. ഞാൻ മറക്കാൻ എൻ്റെ ഉദ്ദേശവും ഇല്ല. അമ്മയെ മറന്നിട്ട് എങ്ങനെയാണ് ജീവിക്കാൻ? അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഞാൻ മരിക്കാൻ അച്ഛനോട് അനുവാദം ചോദിച്ചു. അച്ഛൻ സമ്മതിക്കുന്നില്ല. സമ്മതിച്ചില്ല. ഒരുപക്ഷെ അവിടെ അടുത്താരെങ്കിലും മരിക്കാൻ വേണ്ടി ഒരു സഹായം ചെയ്തിരുന്നെങ്കിൽ വേണമെങ്കിൽ സുധ മരിച്ചേനെ. തീർച്ചയായും ഒരു ചോയ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ആ ദിവസം ഐ വുഡ് ഹാവ് മേഡ് ഷുവർ ഈ എൻ്റെ അച്ഛനും അമ്മയും ആ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. റിക്വസ്റ്റ് ചെയ്തു, പ്ലീസ് ഡോണ്ട് സൈൻ. താങ്ക് ഗോഡ്. ഇങ്ങനെയാണ് ജീവിതം. ഇങ്ങനെയാണ് ജീവിതം. ഇങ്ങനെയാണ് ഇവിടെ വന്ന് ഐ ആം മീറ്റിംഗ് യു. കറക്റ്റ്. സുധ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതൊക്കെ ആ രംഗങ്ങളൊക്കെ ഇപ്പോഴും എന്തായാലും ഒരിക്കലും മറക്കാൻ കഴിയുന്ന രംഗങ്ങളായിരിക്കില്ല. ജീവിതത്തിന്റെ ഫ്ലാഷ് ബാക്സിൽ ഏറ്റവും ശക്തിയായിട്ടുള്ള സ്വാധീനം. സത്യമായി എവിടെയെങ്കിലും നമ്മളുടെ ഒരു ലൈഫിന്റെ ഒരു കോർണറിൽ അതുണ്ട്. അത് സ്റ്റോർഡ് ആണ് ലൈഫിൽ. അതെങ്ങനെ മറക്കാൻ പറ്റും? See, they say another proverb, failures are stepping stones to successes. So ആ പ്രോവർബ് എൻ്റെ ലൈഫിൽ അത് ഭയങ്കര അത് സിങ്കായി, സിനോണിമസ് ആണ്. കുറേ പ്രോവർബ്സ് ഞാൻ പറഞ്ഞില്ല, ആക്സിഡൻറ്റ് ഇസ് എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്, ഫെയിലിയേഴ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസസ്. ഇതൊക്കെ ഞാൻ വായിച്ച ബുക്സിൽ വായിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എൻ്റെ ലൈഫിൽ അത് സിനോണിമസ് ആയിപ്പോയി. പണ്ടതൊക്കെ വായിച്ചിരുന്നപ്പോൾ ഒരിക്കലും അങ്ങനെ പ്രായോഗത്തിൽ അത് ഞാൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് ഞാൻ പോയതാ. പക്ഷേ ഞാൻ ഓർക്കുന്നത് ടു തിങ്സ്. ആംപുട്ടേഷൻ്റെ മുമ്പ് ഞാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ആ പാത ഒരു പ്രാവശ്യം എനിക്ക് കാണണം, അത് ഒന്ന് കാണിച്ചു തരും. സോ ലാസ്റ്റ് എൻ്റെ ഒരു ഫീലിംഗ് നമ്മൾ ഫിലിംസിൽ കാണുന്നില്ലേ, ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ വലിയൊരു ബൾബ്, ഞാൻ താഴെ കിടക്കുന്നു, മുകളിൽ അനസ്തീസിയ ഇട്ടപ്പോൾ മുകളിലേക്ക് ഐ വെൻറ്റ് ഇൻ ടു മൈ അനസ്തീസിയ. ലാസ്റ്റ് എൻ്റെ വിഷൻ എൻ്റെ 2 legs ആയിരുന്നു. ഡിസോൾവ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അനസ്തീസിയ, ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ദി അനസ്തീസിയ, all I could see was 1 leg and half of my leg. So കുറേ വിഷ്വൽ ഷോക്സ് it had already registered into me. So ഈ ഷോക്സ് ഒക്കെ ഒരു ഷോക്ക് അബ്സോർബറായി ഞാൻ മാറി. ഇപ്പം ഞാൻ പറയുന്നു, എൻ്റെ ലൈഫിൽ എല്ലാ സ്മൂത്ത് സെയിലിംഗ് ആയാലും ഞാൻ പറയും, അയ്യോ എന്തോ ഒരു തെറ്റ് സംഭവിക്കാൻ പോണു, ഒരു ഷോക്ക് കിട്ടിയില്ലല്ലോ, ഒരു ഫെയിലിയർ വന്നില്ലല്ലോ. അതെന്താണ്? ബിക്കോസ് ഒരു ഫെയിലിയർ വന്നാൽ തന്നെ എനിക്ക് ആ സക്സസ് റൗണ്ട് ദ കോർണർ എന്ന് എനിക്കറിയാം. സൈക്കോളജിക്കലി ഞാൻ അങ്ങനെ ട്യൂണായി. അവസാനം 2 കാലുകളും കണ്ടിട്ടാണ് ഓപ്പറേഷനിലേക്ക് അവർ പോയത്. അതെ, അതെൻ്റെ ആഗ്രഹമായിരുന്നു. കാണിച്ചു തന്നു. പിന്നീട് മയക്കത്തിലേക്ക് മാറി. അതെ, പക്ഷെ അവസാനം കണ്ട 2 കാലുകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. ആ ദൃശ്യം മാനിക്യൂർഡ് പെഡിക്യൂർഡ് ലെഗ്സ് ആയിരുന്നു എൻ്റെ. ബ്യൂട്ടിഫുൾ ലെഗ്സ്. അതട്ട് ഐ സേ ഈ ആർട്ടിഫിഷ്യലും ബ്യൂട്ടിഫുൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ലാസ്റ്റ് നമ്മൾ പറയില്ല, ദ ലാസ്റ്റ് പിക്ചർ അങ്ങനെയായിരുന്നു, വിച്ച് ഇസ് ദെയർ. ആ ഫ്രെയിം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഓപ്പറേഷൻ കഴിയുന്നു, ഒരു കാലം നീക്കുന്നു. പിന്നീട് ഒരുപാട് കാലം ഞാൻ മനസ്സിലാക്കുന്നത് സുധ ജീവിതം മുഴുവൻ ഒഴിവാക്കി വിട്ടു. കിടക്കയെ തന്നെ 6 മാസം യാതൊന്നുമില്ല, ബ്ലാങ്കായി കിടക്കുന്നു. ഇല്ല, ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ആ സമയത്തിൽ. ദർ ഐ വിൽ സേ ദാറ്റ് ഒരു ഡോക്ടർ ഡെറിക് ഡിസൂസ അവരായിരുന്നു എൻ്റെ ഒരു ഭയങ്കര ഒരു സ്ട്രോങ്, എൻ്റെ ഒരു വിശ്വാസമാണ്. ഐ ഹാവ് നോട്ട് സീൻ ഗോഡ്, പക്ഷേ ഹ്യൂമൻ ഫോംസിൽ ഞാൻ ഗോഡ് കണ്ടിട്ടുണ്ട്. ഒவ்வொரு സ്റ്റെപ്പിലും എനിക്ക് ഒരു ഹ്യൂമൻ ഫോമിൽ എനിക്ക് ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു താങ്ങ് എവിടുന്നോ വരുന്നുണ്ട്, ഒരു ഫോഴ്സ് അങ്ങനെ വരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, അത് ഹ്യൂമൻ ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രസൻസ് ആയിരിക്കാം, അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് തീർച്ചയായും ഞാൻ ഫീൽ ചെയ്യുന്നു. ഈ ഡോക്ടർ മുംബൈയിലുള്ള ഡോക്ടറായിരുന്നു? അല്ല, ചെന്നൈയിൽ. എൻ്റെ ഈ സർജറി കഴിഞ്ഞത് ചെന്നൈയിലെ വിജയ ഹോസ്പിറ്റലായിരുന്നു. സോ അവിടെ ഡോക്ടർ ഡെറിക് ഡിസൂസ ആയിരുന്നു. ഒരു ഭയങ്കര ഒരു ജോവിയൽ ടൈപ്പ് ഓഫ് എ ഡോക്ടർ ആയിരുന്നു. സോ യൂസ് ടു സേ, come on Sudha, no issues here. Oh, you wear an artificial limb, you start walking, dancing, you do anything. സോ അവർ പറഞ്ഞ് എനിക്ക് തോന്നി ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ, ഒരു ആർട്ടിഫിഷ്യൽ ലിംബ് കിട്ടിയാൽ നമ്മൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമല്ലോ. സോ അങ്ങനെ ഒരു പോസിറ്റീവ് സൈക്ക് ചെയ്യുന്നത് 2 ways, 1 നെഗറ്റീവ് ആൻഡ് 1 പോസിറ്റീവ്. ഇവർ ഭയങ്കര പോസിറ്റീവ് രീതിയിലാണ് എന്നെ സൈക്ക് ചെയ്തത്.
പിന്നെ ആ സമയത്തിലാണ് പ്രിൻസ് ചാൾസും ഡയനയുടെ മാരേജ്. ഐ സ്റ്റിൽ റിമെമ്പർ. ട്രാൻസിസ്റ്റർ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഹിയർ ദ റോയൽ വെഡിങ്, മേ ബി 5 years later you might marry your prince. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുവാ ഡോക്ടറെ, ഇഫ് ഐ വാസ് നോർമൽ ഐ വുഡ് ഹാവ് ഗോട്ട് എ പ്രിൻസ്. നൗ ഐ കാൺട്ട് ഈവൻ ഡ്രീം ഫോർ എ beggar. So no, you are Lady Diana, Prince Charles will come in your life. And the day I got married, ഞാൻ ഡോക്ടർ ഡെറിക്കെ വിളിച്ചു പറഞ്ഞു, സർ നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു പ്രിൻസ് ആയിരുന്നു, പക്ഷേ എനിക്ക് ആ റോയൽ പ്രിൻസ് കിട്ടി, രവി എൻ്റെ ഭർത്താവ്. സോ ഇതൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഡോക്ടർ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതെ, ഞാൻ പറഞ്ഞില്ല, പോസിറ്റീവ് സൈക്കിങ് ആയിരുന്നു. പിന്നെ ആ സമയത്തിൽ കുറേ ഡോക്ടേഴ്സ് എന്നെ ഒരു സൈക്കാട്രിസ്റ്റ് അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഈ ഡോക്ടർ ഡിസൂസ വാസ് ടേക്കിംഗ് ദ ഡിസിഷൻ. ഹി സെഡ് നോ, ഡോണ്ട് ഡു ദാറ്റ്. അവൾ മെൻ്റലി ഇൻസ്റ്റേബിൾ ആവും, വേണ്ട. അവൾ കറക്റ്റ് അപ്രോച്ച് കിട്ടിയാൽ അവൾ ഷീ വിൽ കം. അവളുടെ ഡെസ്റ്റിനി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഒരു പോസിറ്റീവ് സ്ട്രീക്ക് ഉണ്ട്. ആ പോസിറ്റീവ് സ്ട്രീക്ക് ഒന്ന് ടാപ്പ് ചെയ്യും. എൻ്റെ അച്ഛനടുത്ത് പറഞ്ഞത് ഡോക്ടർ ഡെറിക് ഇതാണ്, ഡോണ്ട് ഡീമോറലൈസ് ഹർ. അവൾക്ക് ചെയ്യണമെങ്കിൽ അവൾ ചെയ്തോട്ടെ, ബിക്കോസ് ഐ ഫീൽ യുവർ ഡോട്ടർ കനോട്ട് ഗോ റോങ്. അതായിരുന്നു അവരുടെ കൺവിക്ഷൻ. അവൾ എന്ത് ചെയ്താലും അവളുടെ ആ ബിലീഫും ആ ട്രസ്റ്റും അവൾ തീർച്ചയായും വിക്ടോറിയസ് ആയി പുറത്തു വരും ആ സ്ട്രഗിളിൽ നിന്ന്. അവിടെ നിന്ന് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഇംബൈവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ കാലില്ലെങ്കിലും ഒരു പക്ഷേ ഒരു കാല് വരാൻ സാധ്യതയുണ്ടെന്ന് അവിടെ നിന്ന് മനസ്സിലായി. ഒരാഗ്രഹം. അതെ, കിട്ടി. അത് ഭയങ്കര ഒരു ബോർലിംബായിരുന്നു. ബോംബെ വന്നതിന് ശേഷം there were some problems. അപ്പോൾ ഞാൻ ഒരു JB Ross and Company എന്ന് പറഞ്ഞ ഒരു സം സ്റ്റോർസ്, അവിടെ ഞാൻ പോയപ്പോൾ ഞാൻ ഒരു ഫുഡ് കണ്ടു. ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇന്ത്യ ടുഡേയിൽ ഞാൻ കണ്ട ഫുഡല്ലോ, ഇത് ഡോക്ടർ സേഠിൻ്റെ ജയ്പൂർ ഫുഡല്ലേ. അത് കണ്ടപ്പോൾ അതിൻ്റെ മൊബിലിറ്റി ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഇംപ്രസ് ആയി. സോ ഐ സെഡ് ഗിവ് മി ദി അഡ്രസ്, ഞാൻ എഴുതാം. ഡോക്ടർ സേഠി ഒരു ലെറ്റർ അയച്ചിട്ടൊന്ന് ചോദിക്കാമെന്ന്. ഐ റോട്ട് എ ലെറ്റർ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഡോക്ടർ സേഠി രാമൻ മാഗ്സസെ അവാർഡ് വിന്നർ, സമയം തീരെയില്ല, അവർ എവിടെ നിന്നാണ് നിനക്ക് ഒരു അപ്പോയിൻമെൻറ്റ് തരാൻ പോകുന്നത്. വിതിൻ 7 days എനിക്ക് ഫോൺ വന്നു SMS ഹോസ്പിറ്റലിൽ നിന്ന്, പ്ലീസ് കം ഡൗൺ ടു ജയ്പൂർ. അവിടെ പോയി ഡോക്ടർ സേഠി മീറ്റ് ചെയ്തപ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞു, പോയി വെറുതെ ഡാൻസ് ഒന്നും പറയണ്ട, ലിംബ് കിട്ടി നടന്നാൽ മതി. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഒന്നും ചോദിക്കില്ല എന്ന്. അപ്പോൾ അകത്ത് പോയപ്പോൾ ഈ ഭയങ്കര ഒരു പാവം ഡോക്ടർ, ഇത്രയും വലിയൊരു അവാർഡ് കിട്ടിയ ഡോക്ടർ, ഇത്രയും ഒരു പാവം സിമ്പിൾ ഡോക്ടറായിരുന്നു. ഫസ്റ്റ് ഞാൻ പോയപ്പോൾ ഞാൻ അപ്പോൾ എന്താണ് എൻ്റെ പ്രശ്നം എന്താണ്, ഞാൻ പറഞ്ഞു ഇല്ല ഒന്നുമില്ല, ഐ വോണ്ട് എ നൈസ് സ്ലിം ജയ്പൂർ ഫുഡ്, ഐ വോണ്ട് ടു സ്റ്റക്ക് ആയി. ഞാൻ ഐ വോണ്ട് ടു ഡാൻസ് എന്ന് പറഞ്ഞു. ഐ ഡിഡ്ന്റ് സേ ഐ വോണ്ട് ടു വാക്ക്. ഡാൻസ് വാട്ട്? ഐ സെഡ് സർ ഡോക്ടർ ഞാനൊരു ഡാൻസറാണ്, ഇങ്ങനെ സംഭവിച്ചു, അപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. ഡാൻസിൻ്റെ ആ സമയത്തിൽ ഞാൻ ഇതാണ് പറയുന്നത്, ഇറ്റ് വാസ് നോട്ട് മൈ ലവ് ഫോർ ഡാൻസ്, ഇറ്റ് വാസ് മൈ ചാലഞ്ച് ടു ഡാൻസ്. ലവ് ഫോർ ഡാൻസ് ഞാൻ ഒഴിവാക്കി, അത് കഴിഞ്ഞു വന്ന്. ഇതൊരു ചാലഞ്ചായിരുന്നു. ചോദിച്ച് നോക്കാം, സംഭവിച്ചാലും ഓക്കെ, അല്ലെങ്കിൽ വേണ്ട. സോ ഐ സെഡ് അപ്പോൾ ഏത് ഫോമാണ്? ഞാൻ പറഞ്ഞു ഭരതനാട്യമാണ് സർ, ഫുട് വർക്കൊക്കെ ഭയങ്കരമാണ്, ഫുട് വർക്കും ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഫേഷ്യലൊക്കെ. ചെയ്യാൻ പറ്റുമല്ലോ, ജയ്പൂർ ഫുഡ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റൂ. ഐ സെഡ് ഡോക്ടർ ദിസ് ഇസ് ഭരതനാട്യം. ഹി ആക്ച്വലി സാറ്റ് ഡൗൺ ആൻഡ് ഡിഡ് വൺ അടവ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഇസ് ഇറ്റ്? ഡോക്ടർ സേഠി, അവരുടെ ഡോട്ടർ ഇൻ ലോ സൗത്ത് ഇന്ത്യൻ ആണ്, അവൾ ഒരു ഭരതനാട്യം ഡാൻസറായിരുന്നു. അത് എനിക്ക് വിതൗട്ട് റിയലൈസിങ് ദാറ്റ് ഞാൻ വിചാരിച്ചു ഈ മെഡിക്കൽ പ്രൊഫഷൻ ദേ നോ ഓൺലി മെഡിസിൻ. അയ്യോ ചമ്മീൻ, ഐ വാസ് ലൈക്ക് എന്താ വാട്ട് ഇസ് ദിസ് ഡോക്ടർ സെയിങ് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഡോക്ടർ, ഇത് തന്നെയാണ് ഭരതനാട്യം, ഐ നോ ഇറ്റ്, യു വിൽ ഡു ഇറ്റ്. രണ്ട് പറഞ്ഞു യെസ് യു ക്യാൻ. പിന്നെ അവിടുന്നാണ് ഡോക്ടർ പറഞ്ഞതിന് ശേഷം നമ്മൾ യു ടേക്ക്. മൈ മേജർ ഇഷ്യൂ ഇസ് അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് എനിക്കറിയാം. ഞാൻ കൺവിൻസ് ആയാലും ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ്, സംവെയർ ഐ റീഡ് ദ പേഴ്സൺസ് ഐസ്. ആ ഹോണസ്റ്റി ഉണ്ടെങ്കിൽ ഐ ട്രസ്റ്റ് യു 100%. അപ്പോൾ സംവെയർ ഐ കണക്റ്റഡ് വിത്ത് ഡോക്ടർ സേഠി. അവർ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഡോക്ടർ സേഠി പറഞ്ഞല്ലോ, അപ്പോൾ തീർച്ചയായും എനിക്ക് ഡാൻസ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഓൺലി ഐ റിയലൈസ്ഡ് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു ഡാൻസ് ചെയ്യുമ്പോൾ ഇവിടെ, ബിക്കോസ് ഐ ഹാഡ് എ ഫ്രാക്ചർ ഓഫ് മൈ റൈറ്റ് ഫീമർ. സോ അത് ഭയങ്കര സ്റ്റിഫായി. എൻ്റെ ഒരു 2 years ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡാൻസ്, ഫിസിയോതെറപ്പി, മെൻ്റൽ സ്റ്റേബിലിറ്റി, പ്ലസ് എൻ്റെ അച്ഛനെ പറയാണ്ട്, ബിക്കോസ് എൻ്റെ അച്ഛൻ ഒരു ഭയങ്കര അധിക പ്രസംഗിയാണ്. ജസ്റ്റ് പറഞ്ഞാൽ മതി അച്ഛൻ ഞാൻ ഡാൻസിൻ്റെ ഡി പറഞ്ഞാൽ മതി, എല്ലാവരും വിളിച്ച് പറയും ഇന്ന് സുധാ ഡാൻസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ ഓഫീസിൽ പോയതിന് ശേഷം ഡോർസൊക്കെ ഷട്ട് ചെയ്ത് ഞാനും എൻ്റെ അമ്മയും എൻ്റെ സൈക്കാട്രിസ്റ്റും എൻ്റെ ഫിസിയോതെറപ്പിസ്റ്റും എൻ്റെ ഗുരുവും രാമസ്വാമി ഭാഗവതർ
I think 2 years, 81 end, 82 നിന്ന് 84 വരെ ഡെയിലി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഓരോരോ സ്റ്റെപ്പ് ചെറിയ എൻ്റെ അമ്മ പറയും, അയ്യോ സ്കൂളിൽ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തപ്പോൾ എന്ത് തോന്നി? അയ്യോ ഭയങ്കര, എൻ്റെ സ്റ്റംപ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബിക്കോസ് ചെയ്യാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എടുത്തുവല്ലോ. അപ്പോൾ എവിടെയോ എനിക്ക് ആ സന്തോഷം, ചെയ്യാൻ പറ്റും, ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടി. പക്ഷെ അതിന് ശേഷമാണ് അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഞാൻ എൻകൗണ്ടർ ചെയ്തത്. ഐ കുഡ് നോട്ട് ടേൺ മൈ നീസ്, ഐ കുഡ് നോട്ട് ഹാഫ് സിറ്റ്, അരമണ്ടി ചെയ്യാൻ പറ്റില്ല, താഴെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഇത് എങ്ങനെയാണ്, ഹൗ ആം ഐ ഗോയിങ് ടു ഡാൻസ്? ഇത് ഒന്നും ചെയ്യാണ്ട് എന്തുവാ, ജസ്റ്റ് വന്ന് സ്റ്റേജിൽ നിന്ന് ഞാൻ ഡാൻസ് ചെയ്തു എന്ന് പറയുന്നത് മണ്ടത്തന്നെയാണ്. സോ ഐ സെഡ് ഐ കാൻ ഡു ഓൾ ദിസ്. പിന്നെ 2 years ഇത് ഏത് മസിലാണ് ഫ്ലെക്സ് ചെയ്യണത്, ദെൻ അതിൻ്റെ ഫിസിയോതെറപ്പി ചെയ്ത് പിന്നെ ആ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്ത്. ഇറ്റ് ഈസ് ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച്. എൻ്റെ അമ്മ എപ്പോഴും പറയും, ചെറിയ പ്രായത്തിൽ നീ ഇതൊക്കെ കണ്ടിട്ടില്ല സുധ, അതാണ് ഈ വയസ്സിൽ നീ ഇപ്പോൾ ഇത് ഫുൾ യുവർ റീലിവിങ് യുവർ ചൈൽഡ്ഹുഡ് എന്ന് എൻ്റെ അമ്മ പറയും. അമ്മ ഇതിൽ നിന്ന് സമർപ്പിച്ചു. ഹി വാസ് മൈ സ്ട്രോങ് ഫാക്ടർ. അച്ഛനൊന്നും അറിയുന്നില്ല. അച്ഛൻ ഒന്നും അറിയില്ല. ജാനുവരി 15th 1984 ഞാൻ അച്ഛനടുത്ത് പറഞ്ഞത്, ഒരു ഹോൾ ബുക്ക് ചെയ്തോ അച്ഛൻ, ഞാൻ ഡാൻസ് ചെയ്യാൻ റെഡി ആയിന്ന്. എൻ്റെ അച്ഛൻ ചോദിച്ചു, എന്താ വട്ടാണോ നിനക്ക്? നിനക്ക് അമ്മയ്ക്കും മോളും രണ്ടുപേർക്കും വട്ടായോ എന്ന്. അപ്പം അമ്മ പറഞ്ഞു, ഇല്ല, ഷി ഹാസ് ബീൻ പ്രാക്ടീസിങ്. അച്ഛൻ, നിനക്കറിയാമോ എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ ഡാൻസ് ചെയ്യാൻ, എല്ലാവരും വന്ന് അവൾ ഡാൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തോ ഒരു നാണക്കേടാവും. അപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് കറക്റ്റാണ്. ഇൻ കേസ് ഈ ഓഡിയൻസിനെ കണ്ട ശേഷം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദ സെയിം സൊസൈറ്റി വിൽ ലാഫ് അറ്റ് മൈ പേരൻസ്. സോ ആ പേടി ഉണ്ടായിരുന്നു എനിക്ക്. ഐ സെഡ് ലെറ്റ്സ് സീ, ആരെയും വിളിക്കണ്ട, അച്ഛനും അമ്മയും ഇരുന്നാൽ മതി, എനിക്ക് ഡോക്ടർ സേറ്റി വന്നാൽ മതി, 3 പേരുടെ മുമ്പിൽ നൃത്തം കളിക്കും, ഞാൻ നൃത്തം കളിക്കാം. പക്ഷേ എൻ്റെ അച്ഛൻ പ്രസിഡന്റ്, ഹി വാസ് എ ലൈബ്രറിയൻ. തീർച്ചയായും അത് അച്ഛൻ്റെ തന്നെ ആയിരിക്കും. ഹി മസ്റ്റ് ഹാവ് സെഡ് ദാറ്റ് ടു വൺ പേഴ്സൺ. സാറ്റർഡേ ആയിരുന്നു എൻ്റെ പെർഫോമൻസ്. സാറ്റർഡേ മോർണിംഗ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ലൂസേഴ്സ് ഓഫ് ഫുട്ട് വാക്സ് എ മൈൽ എന്നൊരു ക്യാപ്ഷൻ വന്നു, സുധാ ചന്ദ്രൻസ് ഗോയിങ് ടു ഡാൻസ് അഗൈൻ എന്ന്. When I entered the stage, our auditorium was filled with 1,000 people. ഞാൻ അച്ഛനടുത്ത് ചോദിച്ചത്, എന്താ അച്ഛൻ? ഞാൻ ഒന്നും പറഞ്ഞില്ല, ആരടുത്തും പറഞ്ഞില്ല, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ, നീ ഡാൻസ് ചെയ്യാൻ പോണോ? അപ്പോൾ അച്ഛൻ അവിടെ പോയി. അമ്മയടുത്ത് ഞാൻ ടേൺ ചെയ്തു, അമ്മ ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ഇല്ലല്ലോ അമ്മ, എങ്ങനെയാ? എൻ്റെ അമ്മ പറഞ്ഞു, യു ക്യാൻ ഡു ഇറ്റ്. പക്ഷേ എൻ്റെ ഒരു ബിലീഫ്, ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത് ഞങ്ങളുടെ ഫാമിലി ഡേറ്റ് വയലൂർ മുരുകനാണ്, ട്രിച്ചിയിൽ. അവിടെ നിന്ന് വരുമ്പോഴാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത്. എൻ്റെ ഗ്രാൻഡ് മദർ, അച്ഛൻ്റെ അമ്മ ഭയങ്കര ഒരു ഡിവോട്ടിയായി. അപ്പം ഞാൻ എൻ്റെ അച്ഛമ്മയടുത്ത് ഞാൻ പറഞ്ഞു, ഇന്ന് നിൻ്റെ ബിലീഫ് ട്രൂ ആയാൽ എവിടെയെങ്കിലും മിറാക്കിൾസ് ഹാപ്പൻ എന്ന് പറയും. ഇതൊരു മിറാക്കിൾ ആയിരിക്കാം, പക്ഷേ ദേ സേ ഗോഡ് അപ്പിയർസ്. എൻ്റെ ഒരു വിശ്വാസമുണ്ട്, ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ നിൻ്റെ ആ മുരുകൻ അവിടെ ഉണ്ടായിരിക്കും, ഏത് രൂപത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. ആൻഡ് ഗണപതി സ്തുതി തുടങ്ങി. അപ്പോൾ ഞാൻ ടേൺ ചെയ്ത് പറഞ്ഞു, ഒരു ബ്രാഹ്മണ രൂപത്തിൽ നിന്ന് വരും. ഞാൻ പോയി ഡാൻസ് കളിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് കിട്ടിയ വലിയ ഒരു ട്രിബ്യൂട്ട്, എൻ്റെ അച്ഛൻ വന്ന് എൻ്റെ കാല്, ഹി ടച്ച്ഡ് മൈ ഫീറ്റ്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ എന്താ ഇത്? ഹി സേസ് നോ, നോട്ട് മൈ ഡോട്ടർ. ഒരു കലാകാരിൻ്റെ ആ ഗട്ട്സാണ് ഞാൻ വണങ്ങുന്നത്. ആ ഹോളിലുള്ള ആൾക്കാരെല്ലാം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ കാണാത്തൊരു വിസ്മയമായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവുക. ഞാൻ എൻ്റെ ഫസ്റ്റ് എൻട്രിയിൽ എനിക്കിപ്പോഴും ആ ഹാളിൻ്റെ ആ ഒരു 1,000 പീപ്പിൾ സ്റ്റാൻഡിങ് അപ്പ്, ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ കിട്ടി. സോ എൻ്റെ ഒരു ഫീലിംഗ് വാസ് ലൈക്ക് കം ബാക്ക് സുധ, ദ സ്റ്റേജ്. 2.5 മണിക്കൂർ നൃത്തം കളിച്ചു, 2.5 hours. 2.5 hours. അതിനുശേഷമാണ് ഞാൻ ഓർത്തത് ദാറ്റ് ഐ ഡിഡ് ഇറ്റ്. 2.5 മണിക്കൂർ കഴിഞ്ഞ പോലും സുധ അറിഞ്ഞില്ല. ഇല്ല, അതൊരു ഭയങ്കര ഒരു പവറായിരുന്നു, വിച്ച് നെവർ മെയ്ഡ് മീ സ്റ്റോപ്പ്. ആരാരിപ്പ് കഴിഞ്ഞു, ജതിസ്വരം കഴിഞ്ഞു, ശബ്ദം കഴിഞ്ഞു, രാമായണം വർണ്ണം 45 minutes രാമായണ വർണ്ണം ഞാൻ ചെയ്തു. ഇൻ്റർവെൽ ഞാൻ പറഞ്ഞു, ഇൻ്റർവെൽ ഒന്നും വേണ്ട, ലെറ്റ്സ് കണ്ടിന്യൂ. ലാസ്റ്റ് ഞാൻ തില്ലാന ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആ ഫൈനലി ഒരു ടയർഡ്നെസ് എനിക്ക് തോന്നി. ഐ ടേൺ ബാക്ക് ആൻഡ് മൈ മദർ സെഡ്, ഐ സോ ടിയേഴ്സ് റോളിങ് ഹർ ഐസ്, യു ഡിഡ് ഇറ്റ്, മതി, ഇതിന് ശേഷം ചെയ്യണ്ട, മതി. പക്ഷെ ദെൻ നോ ലുക്കിംഗ് ബാക്ക്. സുധയ്ക്ക് ആ ഒരു പെർഫോമൻസ് മാത്രമല്ല, ഒരുപക്ഷെ പിന്നീടുള്ള എല്ലാ പെർഫോമൻസും സുധേനെ വീണ്ടും കണ്ടെത്തുന്നതിലേക്കായിരിക്കും വഴിവെച്ചിട്ടുണ്ടാവുക.
നമുക്ക് വേണമെങ്കിൽ ഒന്നും നോക്കാം സ്ക്രീനിലേക്ക്. കുറച്ച് തടി വെച്ചല്ലേ, പ്രായമില്ലേ? കാലിന് പ്രായമായിട്ടില്ലല്ലോ, അതാണല്ലോ. എന്തായാലും സുധ, ഒരുപക്ഷെ ഈ ഒരു പരിപാടിയിൽ, ഈ ജംഗ്ഷനിൽ ഞങ്ങൾക്ക് ഇതുപോലൊരു സൗഭാഗ്യം, ഞാൻ പറഞ്ഞല്ലോ, സുധയുടെ ജീവിത വഴിത്താര നമ്മളിപ്പോൾ ഒരു അധ്യായം കഴിഞ്ഞിരിക്കുന്നു. സുധ വേറൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. പിന്നീടാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അത്ഭുതം എന്ന് പറയുന്നത് ഹൈദരാബാദിൽ നിന്ന് രാംജി റാവുവിൻ്റെ ഒരു ഫോണാണ്. പക്ഷേ തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ കമ്പനിയുടെ നിർമ്മാതാവ് റാവു സാബ് വിളിക്കുന്നു. ഞെട്ടിയോ? ഒന്ന് തരിച്ചിരുന്ന് പോയോ? വെരി ലിറ്റിൽ ഷോക്ക്ഡ്? ഐ വാസ് നോട്ട് ഷോക്ക്ഡ് ആക്ച്വലി. ഇപ്പോൾ ഞാൻ പറയുന്ന ആ മയൂരിൻ്റെ സക്സസ് ഞാൻ ഡൈജസ്റ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞില്ല. ഐ വാസ് ടു യങ്. ആ സമയത്ത് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ആ സക്സസ് കിട്ടിയെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഒരു ലെവലായിരിക്കും. പക്ഷേ ആ സമയത്തിൽ ഫോൺ വന്നു, അച്ഛനെ അവർ കോൺടാക്ട് ചെയ്തു. ദേ വാണ്ടഡ് ടു മേക്ക് എ ഫിലിം ഓൺ മൈ ലൈഫ് സ്റ്റോറി. അപ്പോൾ അച്ഛനും മകളും ഒന്ന് ഹൈദരാബാദിലേക്ക് വരൂ, ഡയറക്ടർ മീറ്റ് ചെയ്തു, ഒരു നരേഷൻ പറയണമെന്ന് പറഞ്ഞു. ഇനീഷ്യലി ഞാൻ ഹീറോയിൻ ആയിരുന്നില്ല, അവിടുത്തെ ഒരു തെലുങ്ക് ടോപ്പ് ഹീറോയിൻ, ഇറ്റ് കുഡ് ഹാവ് ബീൻ ഭാനു പ്രിയ ഓർ ഹൂഎവർ, സം ഗുഡ് ഡാൻസേഴ്സ്. സോ ഞാൻ പോയി സംഗീതം ശ്രീനിവാസറാവ് മീറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഒരു നരേഷൻ പറയുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞു ഞാൻ തിരിച്ച് ബോംബെയിലേക്ക് വന്നു. സർ ഓക്കെ, ദേ ആർ മേക്കിംഗ് എ ഫിലിം, ലെറ്റ് ദം മേക്ക് ഇറ്റ്. ഒരു 2 ദിവസത്തിന് ശേഷം തിരിച്ച് രാമോജി റാവു സാറിൻ്റെ അവിടുന്ന് ഓഫീസിൽ നിന്നൊരു ഫോണ്. സംഗീതം ശ്രീനിവാസറാവ് പറയുന്നു, സുധ ഈ റോൾ ചെയ്താൽ എങ്ങനെയായിരിക്കും? ഞാൻ വിചാരിച്ചു, ഞാനോ ഈ റോളോ എങ്ങനെ ചെയ്യുന്നു? ബിക്കോസ് നമ്മൾ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ സർട്ടൻ നോംസ് വിതിൻ കോട്ട്സ് നമ്മൾ സെറ്റ് ചെയ്ത സർട്ടൻ നോംസ് ഉണ്ട്. ഒരു ഡിസേബിൾഡ് പേഴ്സൺ ഇൻഡസ്ട്രിയിൽ വരാൻ പാടില്ല, പറ്റില്ല, കുറേ നോംസ് നമ്മൾ ഹ്യൂമൻ മെയ്ഡ് നോംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പ്ലസ് ഫിലിം ഇൻഡസ്ട്രി ജനറലി വായിക്കുന്ന ആ ഫിലിം ഫെയർ, ആ സമയത്ത് ഞങ്ങൾക്ക് ഫിലിം ഫെയറും സ്റ്റാർ ആൻഡ് സ്റ്റൈലായിരുന്നു. ഈ ഫിലിം ഇൻഡസ്ട്രി ശരിയല്ല, നമ്മളൊക്കെ അവിടെ പോയാലും നമ്മളുടെ റെപ്യൂട്ടേഷൻ പോകും. ആ അതായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വേണമെങ്കിൽ ചെയ്തോ ഈ പടം, അല്ലെങ്കിൽ വിട്ടോ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ഏതൊരു ഇഷ്യൂ വന്നാലും, ഇഷ്യൂ വേണ്ട, ഒരു ചെറിയ പോയിന്റ് വന്നാലും ഞങ്ങളൊരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇരിക്കും. അമ്മ, അച്ഛൻ, ഞാൻ. ഏറ്റവും വോയിസ് ഉള്ള സ്വതക്കായിരിക്കും. അയ്യോ ഇല്ലാന്നേ, ഞാൻ പാവമാ, ഞാൻ വെറുതെ ഇവിടെ സംസാരിക്കുന്നു. അയ്യോ ഇല്ല, അയ്യോ ഞാൻ എൻ്റെ അച്ഛനും 12 hours സംസാരിക്കും. എൻ്റെ അമ്മ 1 minute സംസാരിച്ചാൽ അത് ഫൈനൽ തീർന്നു. അതിനുശേഷം ആരും സംസാരിക്കാൻ പാടില്ല. ഇന്ദിരാഗാന്ധി അമ്മയായിരുന്നു, ഹോം മിനിസ്റ്റർ, കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ദിവസം മൈ ഡാഡി ഈസ് മമ്മി അടക്കം. സോ ഇങ്ങനെ അയ്യോ ഇത് ഫിലിം വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല, അവളുടെ എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ്, ഈ ഫിലിം ഇൻഡസ്ട്രി ഒന്നും വേണ്ട. പ്ലസ് ആ ഇൻഡസ്ട്രി നമ്മൾക്കല്ല, വെറുതെ ഒരു ഫിലിം ചെയ്തിട്ട് അത് ശരിയായില്ലെങ്കിൽ അവിടെയും ഇല്ല ഇവിടെ ഇല്ല, വേണ്ട. ഒരു നല്ല US ചെറുക്കൻ കണ്ടിട്ട് ഇവൾ മാരേജ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കുന്ന, അങ്ങനെയായിരുന്നു എൻ്റെ അമ്മേൻ്റെ ഒരു ഇൻറ്റൻഷൻ. അപ്പോൾ അച്ഛൻ, പക്ഷേ കിട്ടിയ ഒരു ചാൻസ് അവളുടെ ലൈഫ് ഒരു ലെസൺ ആയിരിക്കും, പാഠമായിരിക്കും, നെക്സ്റ്റ് ജനറേഷനെ ഇൻസ്പയർ ചെയ്യും. ഇങ്ങനെ പ്ലസ്സും മൈനസും കഴിഞ്ഞ് എൻ്റെ അമ്മ ചോദിച്ചു, ഇപ്പം നിങ്ങളുടെ ഡിസിഷൻ എന്താണ്? യു വാണ്ടഡ് ടു ഡു ദ ഫിലിം? ആ ചെയ്താലും ഓക്കെ, അവളുടെ ചോയ്സ് അല്ലേ. ഒരു ഫിലിം ചെയ്തതിന് ശേഷം അവൾ ചെയ്യണ്ട, തിരിച്ചു വരട്ടെ, നമ്മൾ ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞു, അയ്യോ ആ സമയത്തുള്ള ഫ്രണ്ട്സ് അല്ലേ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, പിയർ ഗ്രൂപ്പ്, ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കോളേജിൽ പോയി ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കൊരു തെലുങ്ക് ഫിലിം ഓഫർ വന്നിട്ടുണ്ട്. പലരും ചെയ്തോ നമ്മളുടെ ഫ്രണ്ടിൻ്റെ ബാനറൊക്കെ ഇട്ടാൽ അയ്യോ നമ്മളുടെ ഫ്രണ്ടാണ് ഹീറോയിൻ. പിന്നെ ഒരു പക്ഷേ ആ ഫിലിം ഹിറ്റായാൽ കുറേ ഫിലിം ചെയ്യാമല്ലോ, കാശ് വരുമല്ലോ, നമ്മളുടെ ലൈഫ് ഡിഫറെൻ്റ് ആവുമല്ലോ. അങ്ങനത്തെ ആ ഭയങ്കര ഒരു ഡ്രീംസ് ആയിരുന്നു ആ സമയത്തിൽ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു, ഞാൻ പറഞ്ഞു, ഓക്കെ ഒരു ഫിലിം ചെയ്യും, ഒറ്റ ഫിലിം, അതിനുശേഷം ആരും എന്നെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. പിന്നെ സംഗീതം റാവു സാറുടെ അടുത്ത് ഞാൻ പറഞ്ഞു, സർ ഫസ്റ്റ് ഡേ ഞാൻ വരും, ഈ തെലുങ്കൊക്കെ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, സംസാരിച്ചാലും ഓക്കെ, ഞാൻ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്താൽ ഞാൻ തിരിച്ചു വരും. അപ്പോൾ 5 days ടൈം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്തോ ഞാനായിരുന്നു ബോസ് ആ സമയത്തിൽ. അപ്പോൾ ഞാൻ പോയി സാർ അടുത്ത് പറഞ്ഞു, ഫസ്റ്റ് ഡേ ഓക്കെ, തെലുങ്ക് ചെറിയ സീൻസൊക്കെ കഴിഞ്ഞു. സെക്കൻഡ് ഡേ, തേർഡ് ഡേ എനിക്ക് ആ മീഡിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, ഒരു ക്രിയേഷൻ. പിന്നെ സംഗീതം സർ അഗൈൻ ഭയങ്കര നോളജബിൾ,
he treated me like his daughter. ഇപ്പോൾ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലൊക്കെ പറയും സുധാജി വാട്ട് പെർഫോമൻസ് യു ഗിവ്, വാട്ട് ലൈറ്റിംഗ് യു ടേക്ക്, കറക്റ്റ് മാർക്കിംഗ്, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് സംഗീതം ശ്രീനിവാസറാവ്. കറക്റ്റ് ടൈമിംഗ് എല്ലാം പറഞ്ഞു. വെറ്റ് ക്ലേ ആയിരുന്നു ഞാൻ. എന്നെ ഒരു ബ്യൂട്ടിഫുൾ പോട്ടായി അവർ മോൾഡ് ചെയ്തു. ഐ ലേൺഡ് എവറിഥിങ് ഫ്രം ഹിം. എങ്ങനെ നിൽക്കണം, എങ്ങനെ, ഹൗ ഷുഡ് യു ലാഫ്, ഹൗ ഷുഡ് യു വാക്ക്, ഹൗ ഷുഡ് യു ടോക്ക്, എങ്ങനെ ലൈറ്റ് എടുക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ ലൈറ്റ് കവർ ചെയ്യാൻ പാടില്ല. സോ ജസ്റ്റ് ആക്ടിങ് ആയിരുന്നില്ല. ഐ ലേൺ ദി പ്രോസസ് ഓഫ് ഫിലിം മേക്കിംഗ്. ഫസ്റ്റ് ഡേ ഞാൻ കരഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന്. ഫിലിമിൻ്റെ ലാസ്റ്റ് ഡേ ഞാൻ കരഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോകണ്ടെന്ന്. അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞു സാർ ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റ് ആയി വരട്ടെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ലൈന്, വെയിറ്റ് ടിൽ മയൂരി റിലീസസ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു സിനിമ വലിയൊരു ഹിറ്റാകുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നോക്കാം, നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. అందెలు పిలిచిన అలికిడిలో అణువణున అలజడులు ఎద పదమొకటో లాహిరిలో. ഈ ദൃശ്യങ്ങളൊക്കെ സുധയുടെ മനസ്സിലുണ്ടല്ലേ? എന്ത് എല്ലാം. ഓ ഈ സ്റ്റെപ്പ്, ഈ ഡാൻസ് എനിക്ക് മറക്കാൻ പറ്റില്ല. ബിക്കോസ് ആ ഫുൾ ഫ്ലോറിൽ വാട്ടർ വെച്ച് സ്വൈപ്പൊക്കെ ചെയ്ത് ആ ഗ്ലിറ്ററിനോ ഗ്ലേസിനോ വേണ്ടി എന്തിനോ ഇവിടെ ക്യാമറ വെച്ചു, വാട്ടർ വെച്ച് സ്വീപ്പൊക്കെ മോപ്പ് വെച്ചൊക്കെ സ്വീപ്പ് ചെയ്ത് ഈ സ്റ്റെപ്പ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഫസ്റ്റ് അവിടെ നിന്ന് വന്ന്, ബിക്കോസ് ഇറ്റ് വാസ് എ റബ്ബർ ഫുട്ട്, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ആ പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ആ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന എനിക്ക് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. ശേഷു മാസ്റ്റർ ആയിരുന്നു ഇതിൽ. വന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചു, സ്ലിപ്പായി സ്ട്രേറ്റ് ഐ വെന്റ് ടു ദ ക്യാമറ. അയ്യോ വീഴുന്നതല്ല, എനിക്ക് ഞാൻ എല്ലാവരുടെ മുമ്പ് വീണല്ലോ, അതായിരുന്നു എൻ്റെ ഫീലിംഗ്. പക്ഷെ അവർക്ക് വലിയൊരു സഹതാപമായിട്ടുണ്ടോ? അയ്യോ അവർ പാക്കപ്പ് എന്ന് പറഞ്ഞു. അയ്യോ വേണ്ട അയ്യോ എന്തായി, സോറി മാം ക്യാമറമാൻ ഒന്ന്, അയ്യോ ഹരി ആയിരുന്നു ക്യാമറമാൻ. അയ്യോ സോറി മാം ഞങ്ങൾക്ക് അറിഞ്ഞില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പോലും അറിയില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഐ ക്യാൻ സ്ലിപ്പ് ഇൻ വാട്ടർ. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, കഴിഞ്ഞല്ലോ, നമ്മൾ നെക്സ്റ്റ് ഷോട്ട് എടുക്കാം. ഓ നോ പ്ലീസ് ഒന്ന് പാക്കപ്പ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു വേണ്ട, ചെയ്തോളാം, ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ പാക്കപ്പ് ചെയ്താൽ അതെൻ്റെ ഡിഫീറ്റാണ്, നമ്മൾ ചെയ്യാം. അതിനുശേഷമാണ് ഇങ്ങനത്തെ ഈ ഫുൾ ഡാൻസ് ഞാൻ ചെയ്തത്. എല്ലാം ചെയ്യിപ്പിച്ചു ഞാൻ. ആ ഫ്ലോറിൽ തന്നെ ഞാൻ ഡാൻസ് ചെയ്തു. എനിക്ക് കൺട്രോൾ ഒന്നുമല്ലോ. ഫസ്റ്റ് എൻ്റെ ജഡ്ജ്മെന്റ് ഈ ലെഫ്റ്റ് ലെഗിൽ എനിക്ക് കൺട്രോൾ ചെയ്യാമല്ലോ. സി ഇറ്റ് ഇസ് ബേസിക്കലി ദ ബ്രെയിൻ ദാറ്റ് കൺട്രോൾസ്. സി നമ്മൾ ഇത് ഫയർ ആണെന്ന് നമ്മൾക്ക് അറിയാം. സോ യു കാൻറ്റ്, ഇഫ് യു പുട്ട് യുവർ ഹാൻഡ് യു വിൽ ബേൺ എന്ന് നമ്മുടെ ബ്രെയിൻ പറയുന്നു. ആ സമയത്തിൽ ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നില്ല, അലേർട്ട് ആയിരുന്നില്ല. ഐ വാസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ഡാൻസ്. ഫുൾ സോങ് ഞങ്ങൾ 3 ദിവസം എടുത്തുവല്ലോ. 3 ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇല്ല. ഐ വാസ് ലേണിംഗ്, എൻജോയിങ് അല്ല, ഐ വാസ് ലേണിംഗ്. ഈ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ മാസ്റ്റർ ഒന്ന് പറയും ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യട്ടെ. ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ചേഞ്ച് ചെയ്യട്ടെ, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു. ഞാൻ 10 പ്രാവശ്യം റിഹേഴ്സ് ചെയ്ത് അത് തന്നെ ഞാൻ ചെയ്യും. ചെറുതല്ലാത്ത വാശിയുണ്ട് ജീവിതത്തിൽ. ചെറുതല്ല, വലിയ വാശിയാണ്. ഇത് മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടോ? എല്ലാത്തിലും ഉണ്ട്. രവിയുടെ കാര്യം എല്ലാത്തിലും. രവിയുടെ കാര്യം എനിക്കറിയാം, നിങ്ങൾ വരുന്നത് ആ ടോപ്പിക്കിനാണെന്ന് എനിക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിലും ഞാൻ ഭയങ്കര അഡ്മെന്റ് ആണ്. രവിയുടെ കാര്യം കട്ടപ്പൊക്കെയായിരിക്കും എന്ന് പറയുന്നത് അല്ല, ഇല്ലേ? വീട്ടിൽ അവനാണ് അതോറിറ്റി. നോക്കട്ടെ, വരട്ടെ. सुधा, मैं एक बात पूछना चाहता हूँ कि लोग जिम में जाते हैं, वर्कआउट करते हैं, वॉकिंग करते हैं, वो एक्सरसाइज होती है, बट तुम्हारी जो फिजिकल एक्सरसाइज है वो थोड़ी सी डिफरेंट है. तुम अपने वार्डरोब जो तुम्हारा कबर्ड है, तुम अपने कपड़ों को गिराती हो, लगाती हो. तो इससे तुमको किस तरीके का मतलब प्लेजर मिलता है? तुम क्या फील करती हो? ये तुम्हारी एक्सरसाइज है या ये तुम्हारा पैशन है? എന്തായാലും സുധയെ നന്നായിട്ട് ആക്കിക്കൊണ്ടുള്ളത്. ഇതിന്റെ മലയാള പരിഭാഷ എന്താണോ ഇതിന്റെ അവൻ പറയുന്നത്? ബിക്കോസ് ഒരു ഷെഡ്യൂൾ പാക്കപ്പ് ആയാൽ എൻ്റെ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്ത് എൻ്റെ ഒരു 5 ദിവസമാണ് ഈ പരിപാടി. 1 to 15 ഞാൻ ഷൂട്ട് ചെയ്ത് 15 ഡേയ്സ് എൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്ത് അതൊക്കെ ലോണ്ട്രിയിലാണ് കൊടുക്കും. സോ ആ ഫുൾ സെറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് 15 ഡേയ്സിന് പോകുന്ന റെഡി ടു ഗെറ്റ് മൈ സെൽഫ് റെഡി.
എൻ്റെ വാർഡ്രോബ് ഒക്കെ എടുത്ത് അത് റീമോൾഡ് ചെയ്ത് അതിൻ്റെ മാച്ചിങ് ബ്ലൗസ് വെച്ച് അതിൻ്റെ ജ്വല്ലറി വെച്ച് സോ ഇങ്ങനെ ഒരു 6-7 ഡേയ്സ് അതാണ് സുധയുടെ ഏറ്റവും വലിയ എക്സസൈസ്. അവൻ പറയുന്നു എല്ലാവരും ജിമ്മിലേക്ക് പോകുന്നു ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ. ഇതാണോ നിന്റെ ഫിസിക്കൽ എക്സസൈസ്, ഇത് നിന്റെ പാഷൻ ആണോ അല്ലെങ്കിൽ പ്ലഷർ ആണോ എന്ന്. അപ്പൊ ഞാൻ പറയുന്നു ഇത് എൻ്റെ കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ എത്രത്തോളം ഇതിനു വേണ്ടി സമയം ചെലവിടുന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം? വേറെ ഒരു ജോലിയില്ലല്ലോ വീട്ടില്, വേറെ എന്ത് ജോലി എനിക്ക്? രവി ഇതിനകത്ത് വല്ല സഹായം ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്യില്ല. അവൻ ഇങ്ങനെ വന്ന് നോക്കും, നാടകമൊക്കെ നോക്കും. അല്ല വന്ന് നോക്കും. മോർണിംഗ് 9 o'clock 3 hours हाँ हो जाएगा रवि. फिर और 1 o'clock खाना खाए, खाना रेडी है, हाँ आ रही हूँ ना, रख ना मैं आ रही हूँ. वही उन्हें कहे मैं सोने जा रहा हूँ, हाँ हाँ मैं भी सो रही हूँ. 10 मिनट ശേഷം പോയി എൻ്റെ കബോർഡൊക്കെ എടുത്തിട്ട് തിരിച്ചു വരും. 5 o'clock कॉफी टाइम, स्टिल विद द कबर्ड. वेरी गुड. नाइट सोने का इरादा है या कबर्ड के साथ ही सोएगी? विल यू स्लीप इन द कबर्ड और यू गोइंग टू कम टू स्लीप इन द बेडरूम? सो എൻ്റെ ഒരു പാഷൻ അല്ല, ഐ ഗെറ്റ് മൈ സെൽഫ് പ്രിപ്പയർഡ്. നെക്സ്റ്റ് നമ്മൾ ഷെഡ്യൂൾ എനിക്ക് ഒരു വർക്കഹോളിക് ആണ്. സുധയുടെ മൊത്തത്തിലുള്ള ഈ പറഞ്ഞ കോസ്റ്റ്യൂം, ജ്വല്ലറി, ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഈ കയ്യിലൊക്കെ ഇട്ടിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് ഈ ഹാർഡ് വർക്ക്. 15 days ഈ കബോർഡ് എടുത്ത് വെച്ച്, അതാണ് എൻ്റെ. ഇന്ന് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് മേക്കപ്പ്. അത് ബിക്കോസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് സാധനങ്ങളൊക്കെ വരേണ്ടതാണ്. അല്ല, അത് നമ്മൾ ജനറലി റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴോ. ഇതിൽ ഞാൻ ഇന്ന് എൻ്റെ അസിസ്റ്റന്റ് ചോദിച്ചു, എന്തുവാ മാഡം ഭയങ്കര ലൈറ്റായി ഫീൽ ചെയ്യുന്നുവല്ലോ. അതല്ലെങ്കിൽ ഒരു 40-50 കിലോയൊക്കെ ശരീരത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഡിസ്കസ് ചെയ്യുന്നുവല്ലോ, അതെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ടെലിവിഷൻ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ യു ഡു ഇറ്റ് ടു ഗെറ്റ് നോട്ടിസ്ഡ്. സുധനെ ആരാധിക്കുന്ന ഒരാളെ ഞാൻ കൊണ്ടുവരാം. ഇപ്പം നോക്കട്ടെ, ലെറ്റ് us see. Hi Sudhaji, how are you? അവിടെ ഇരിക്കുന്നത് ഒരു സാധാരണ ലേഡി അല്ല. ഷീസ് എ ഗ്രേറ്റ് ഡൈനാമിക് പേഴ്സണാലിറ്റി. എന്നെ പോലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് ഒരു മുൻ ഉദാഹരണമാണ് സുധാജി. ലൈഫിൽ കഷ്ടം എന്ന് പറയൂല, ഒരു ഫോളോ അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് നമുക്ക് സംഭവിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ എതിർക്കൊള്ളണം, ഹൗ ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ആൻഡ് കം അപ്പ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഞങ്ങൾക്ക് വർഷങ്ങളൊന്നും പ്രശ്നമേ അല്ല, അല്ലേ സുധാജി? വയസ്സും പ്രശ്നമേ അല്ല. അങ്ങനെ ഒരു ലേഡിയാണ്. ഞാൻ ഇന്ന് കുറച്ചെങ്കിലും ഒരുങ്ങി വരുന്നു എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ഹർ. ഷീ ഈസ് മൈ ഇൻസ്പിറേഷൻ. I can say this, she is my role model. How sweet. നോക്ക് സുധ, എത്ര so sweet. ഈ ഡാൻസ് മാസ്റ്ററുടെ ചെവിയിലെ കിടന്ന സാധനമൊക്കെ സുധ കൊടുത്താണോ? ഫസ്റ്റ് ഷെഡ്യൂളിൽ മാസ്റ്റർ വന്നപ്പോൾ എനിക്ക് ഞാൻ ഓർക്കുന്നു, ഒരു പഴഞ്ഞൻ സൽവാർ കമ്മീസ്. അയ്യോ, ഞാൻ എന്താ മാസ്റ്റർ ചേഞ്ച് ചെയ്യാൻ പോകുന്നോ? ഇങ്ങനെ തന്നെ വന്നിരിക്കും. ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഇത് കൊറിയോഗ്രഫി അല്ല കേട്ടോ, ഇത് ജഡ്ജിങ് ആണ്. ഇത് നിങ്ങളുടെ മുമ്പ് ഞാനാണ്. പറയും ഞാൻ ഓവർ ഡ്രസ്ഡ് ആണ്, നിങ്ങൾ അണ്ടർ ഡ്രസ്ഡ് ആണെന്ന്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ബാലൻസ് വരണം. അയ്യോ, ഞാൻ ഇങ്ങനെയല്ലേ, ഞാൻ കൊറിയോഗ്രാഫർ അല്ലേ. ഞാൻ പറഞ്ഞു അതൊക്കെ ഓക്കെ, ഇത് കമേഴ്ഷ്യൽ മീഡിയ ആണ്. ഞാൻ ഇത്രയും ആഭരണങ്ങളിട്ട് ഞാൻ ഒരു ഗോഡസ് പോലെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഈ പ്രാവും ഇതും ഈ ഫെദേഴ്സും എല്ലാം ഇട്ടിട്ട്. സോ ഷീ സെഡ്, അയ്യോ പക്ഷേ ഈ ഒരു ഷെഡ്യൂളിൽ സുധാ പ്ലീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരൂ. ഞാൻ ഈ വലിയ വലിയ റിങ്സ് ഒക്കെ കൊടുത്തപ്പോൾ ഇത് ബാങ്കിളാണോ, ഇത് ഇയറിങ്സ് ആണോ എന്ന് ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഇത് ഈ ബാങ്കിളല്ല, അല്ലാതെ നൂപ്പാസായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഇത് കിട്ടോ? അയ്യോ ഞാനിതൊക്കെ ഇടില്ല, അയ്യോ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. 4ാമത് സീസൺ കഴിയുമ്പോൾ മാസ്റ്റർ എന്താ ഇത്, ഫസ്റ്റ് വന്ന ഷെഡ്യൂളിൽ ഒരു മേക്കപ്പ് ബാഗ് ഉണ്ടായിരുന്നു. 4ാമത് സീസണിന്റെ 4 ബാഗായിരുന്നു. ഒരാളെ കൂടെ എഴുതിച്ചു. ഞാൻ അല്ലല്ല, പക്ഷേ സി തെറ്റൊന്നുമില്ല. I mean, see, and she enjoyed it. She enjoyed it. I know, but it is fun. See, at the end of the day, നമ്മളുടെ ലൈഫിൽ കൂടുതൽ സാക്രിഫൈസ് ചെയ്ത് മെനി എ ടൈം. ഇപ്പം നമ്മൾ ജനറലി ഐ എം സേയിങ് അബൌട്ട് ദി ഇന്ത്യൻ വുമൻ. ഫസ്റ്റ് നമ്മൾ ആസ് എ ഡോട്ടർ, പിന്നെ ആസ് എ വൈഫ്, ആസ് എ മദർ, പിന്നെ എൻ്റെ ആ ഓൾഡ് ഏജ് നമ്മൾ പറയുന്നു എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. സുധ, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. എന്താ കാരണം വെച്ചാൽ സുധ ഈ ലൈഫിനെ ഇങ്ങനെ അതിൻ്റെതായ ഐ എൻജോയ് ലൈഫ്, ഐ ലവ് ലൈഫ്. ഒരു ആഘോഷമാണ് എനിക്ക് ലൈഫ്, ഒരു ഭയങ്കര സെലിബ്രേഷൻ. യു ആർ ലിവിങ് യുവർ ലൈഫ്. യെസ്. നാളെ ഇവിടുന്ന് പോകുമ്പോൾ ഒരു റിഗ്രറ്റ് ഇല്ലാണ്ട് പോകണം.